ആധുനിക ഉപദേഷ്ടാക്കളെ മുഴുവൻ അപഗ്രഥിക്കുവാൻ പാകത്തിന് ഭഗവത്ഗീതയെ ഉപദേശിച്ച ഭഗവാനെ, ഉപദേഷ്ടാവായ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ജീവചരിത്രത്തെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. വളരെയധികം ആളുകൾക്ക് ആ രഹസ്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഏതൊരു കംസനാണോ പിതാവിനെയുൾപ്പെടെ രാജ്യത്തെ ആകെ വിറപ്പിച്ചത്, ആ കംസനെ വധിക്കുന്നവൻ കംസനേക്കാൾ ബലവാനാണ് എന്ന് തീർച്ചയാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ആ കർമ്മത്തിൻ്റെ ഫലം സ്വന്തം കയ്യിലാക്കിയോ? ഫലം മേ സ്യാത് എന്ന് പറഞ്ഞുവോ? ഫലത്തെ ഏറ്റുവാങ്ങിയോ? ഫലത്തിൽ അഭിമാനിച്ചുവോ? മധുരാധിപനായ കംസനെ വധിച്ചിട്ട് അധികാരത്തെ തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കും വിധം ഫലം മേ സ്യാത് എന്ന് നിർവചിക്കാതെ ഫലം സ്യാത് എന്നറിഞ്ഞ് അതിനെ പിതാവായ ഉഗ്രസേനൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന രാജശ്രീയെ ജയിൽ മുക്തനാക്കി ഉഗ്രസേനൻ്റെ കൈകളിലാക്കി കൊടുക്കുന്ന, ഉഗ്രസേനനെ രാജസിംഹാസനത്തിൽ ഇരുത്തി സ്വയം സേവകനായി തീരുന്ന കൃഷ്ണനെ കാണാം. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യം ജ്ഞാനയോഗമാണ്. ജ്ഞാനയോഗത്തിൻ്റെ, സാഖ്യയോഗത്തിൻ്റെ 47-ാമത്തെ ശ്ലോകം 4 സൂത്രവാക്യങ്ങളോടുകൂടിയ ഭഗവത് വചനമാണ്. കർമ്മണി ഏവ തേ അധികാരഃ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാതേ സംഗോസ്ത്വ കർമ്മണി. കർമ്മണി ഏവ തേ അധികാരഃ മാ ഫലേഷു കദാചന എന്നതാണ് നാം വർണ്ണിച്ചു വരുന്നത്. ഭഗവത് വചനത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടു തന്നെയാണ് കരിഷ്യേ വചനം തവ എന്ന നിർദ്ദേശത്തിൽ ഒതുങ്ങി, പ്രതിജ്ഞയിൽ ഒതുങ്ങി കർമ്മനിഷ്ഠയ്ക്ക് അധികാരിയായ ഒരു അർജുനൻ യുദ്ധരംഗത്ത് നിലകൊണ്ടത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ഫലത്തിലൊന്നും തൻ്റെ അധികാരം വ്യാപരിപ്പിക്കാതെ കർമ്മത്തിൽ മാത്രം തൻ്റെ അധികാരം നിലനിർത്തി ഭഗവാനിൽ നിന്ന് പഠിച്ച സന്ദേശത്തെ അക്ഷരം പ്രതി ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകയായി നിന്ന അർജുനൻ നമ്മുടെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമായി കഴിഞ്ഞു. 2-ാമത് ഉപദേഷ്ടാവായ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ജീവന ചരിത്രമാണ്. ഉപദേശിക്കുന്നവനും ഉപദേശം കേൾക്കുന്നവനും ഉപദേശത്തിൻ്റെ ഏറ്റവും അടുത്താണിരിക്കുന്നത്. ഉപവ്യാഖ്യാനം അവരാണ്. ഉപദേശിക്കുന്നവൻ ഉൾക്കൊള്ളാത്ത, ആവരെ ഉപദേശിക്കുന്നുവോ അവന് മനസ്സിലാവുകയും ഉൾക്കൊള്ളുവാൻ പറ്റാതാവുകയും ചെയ്യുന്ന ദർശനങ്ങൾക്ക് എത്ര ആയുസ്സുണ്ടാവും? അവ എത്ര കണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും? ആധുനിക കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഗാന്ധിസ്റ്റുകളുമെല്ലാം ഗീതയെയും സമാന ദർശനങ്ങളെയുമൊക്കെ ആശയവാദങ്ങളായാണ് കാണുന്നത്.
ആശയവാദങ്ങളുടെ പ്രസക്തിയെ അല്പമാത്രമായി അംഗീകരിക്കുകയും അവ പ്രായോഗികമല്ല, മതങ്ങളാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നത് അക്കൂട്ടരുടെ പ്രത്യേകതയുമാണ്. ഇത്തരുണത്തിൽ നമുക്ക് ആശയവാദമെന്ന് ആധുനികർ ആക്ഷേപിക്കുന്ന ഭഗവത്ഗീതയുടെ ദർശന സവിശേഷതയെ ഉപദേശിച്ച കൃഷ്ണന്റെ ജീവിതത്തെയും ഉപദേശം കേട്ട അർജുനന്റെ ജീവിതത്തെയും അടുത്തു വച്ച് നോക്കേണ്ടതുണ്ട്. ആശയവാദങ്ങൾക്കുപരി ആധുനികതയ്ക്കുതകുന്ന പ്രായോഗിക ദർശനങ്ങൾ നൽകിയ ഉത്തമന്മാരെന്ന് ആധുനികർ ഘോഷിക്കുന്നവരുടെ ജീവചരിത്രവും അപഗ്രഥിച്ചു നോക്കേണ്ടതാണ്. ആധുനിക ദർശനങ്ങളുടെ പ്രയോക്താക്കളും വക്താക്കളും അപഗ്രഥിച്ചറിയേണ്ട ഒരു വസ്തുത, അതിൻ്റെ പ്രോദ്ഘാടകന്മാർ ആ ദർശനത്തിനനുസരിച്ച് ജീവിച്ചുവോ അതിന് വിപരീതമായി ജീവിച്ചുവോ എന്നാണ്. ആധുനിക കാലത്ത് കാണുന്ന എല്ലാ വൈതാളിക ഘട്ടങ്ങളുടെയും കാരണങ്ങളിൽ പ്രമുഖമായത് ആധുനിക ദർശനങ്ങളെ ലോകർക്ക് വർണ്ണിച്ച് നൽകിയവർ അതേപോലെയല്ല ജീവിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഒരു പ്രസ്ഥാനത്തിനും അത് ലോകരോട് പറഞ്ഞു കൊടുക്കുന്ന ലളിത ജീവിതമോ മര്യാദയോ പാലിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. രാജാക്കന്മാർക്ക് പോലുമില്ലാത്ത ആഡംബരങ്ങൾ, രാജാക്കന്മാർ പോലും നിലനിർത്താത്ത ഭൃത്യവൃന്ദങ്ങൾ, സെക്രട്ടറിമാർ, ജനാധിപത്യത്തിൻ്റെ ഒരു മന്ത്രിക്ക് 22-ൽ പരം സെക്രട്ടറിമാരും മറ്റുമാണുള്ളത്. ഈ പരിവാരങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റുക, ജനാധിപത്യത്തിൻ്റെ ഈ മന്ത്രിപുങ്കവന്മാർ രാജാക്കന്മാരായ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത് അധികാരമത്തോടെയാണ്. ഓഫീസുകൾ, കാറുകൾ, സേവകന്മാർ, അംഗരക്ഷകർ, നിഗൂഢയാത്രകൾ, ഇതെല്ലാം എന്താണ് വിളിച്ചു പറയുന്നത്? ആശയവാദത്തെക്കാൾ വികലവും നിന്ദ്യവും ആണെന്നല്ലേ? മനുഷ്യനെ മനുഷ്യൻ ഹിംസിക്കുന്നതിൽ നിന്നും, മനുഷ്യനെ മനുഷ്യൻ പീഡിപ്പിക്കുന്നതിൽ നിന്നും, മനുഷ്യനെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും മാനവനെ രക്ഷിക്കുവാൻ വന്ന ഇസങ്ങളെല്ലാം കൈകളിൽ രക്തക്കറയുമായി നിൽക്കുകയാണ്. ഹിംസയുടെ തേർവാഴ്ചയുടെ ചരിത്രമാണ് നവഭാരതത്തിൻ്റെ ശില്പികൾ അതിന് ജനതയ്ക്ക് കാഴ്ചവെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ നാളെ ഈ നാട്ടിലെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന ചരിത്രം ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും അസ്തയത്തിൻ്റെതുമായിരിക്കില്ല. വെളുത്ത ചെകുത്താൻ്റെയും ചുവന്ന കൈപ്പത്തിയുടെയും ഹിംസാലോലുപമായ
ക്രൈം നോവലുകളിൽ മാത്രം കേട്ടുകേൾവിയുള്ളത് ഒരു രാജ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ചരിത്രത്തിലാണ്ട് ഇവിടുത്തെ പിഞ്ചോമനകൾ നാളെ പഠിക്കേണ്ടി വരും. ഇതാണോ പ്രായോഗിക മാനവ ചരിത്രം? ഇതാണോ ഗാന്ധിസവും സോഷ്യലിസവും കമ്മ്യൂണിസവുമെല്ലാം മാനവന് നൽകേണ്ടത്? ഇവിടെയാണ് ദർശനത്തിൻ്റെ സവിശേഷത. ഒരു സാമൂഹിക യുദ്ധക്കളത്തിൻ്റെ രംഗവേദിയിൽ വെച്ച് ഫലം സ്യാത് ഫലം മേ സ്യാത് എന്നതിലൂന്നി അപഗ്രഥിച്ച് പഠിക്കേണ്ടത്. അതിൽ ദർശനത്തിൻ്റെ ഏറ്റവും അടുത്തിരുന്ന് കേൾക്കുന്ന ശ്രോതാവായ അർജുനനെ നാം അപഗ്രഥിച്ചു. ആധുനിക ഉപദേഷ്ടാക്കളെ മുഴുവൻ അപഗ്രഥിക്കുവാൻ പാകത്തിന് ഭഗവത്ഗീതയെ ഉപദേശിച്ച ഭഗവാനെ, ഉപദേഷ്ടാവായ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ജീവചരിത്രത്തെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. വളരെയധികം ആളുകൾക്ക് ആ രഹസ്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വളരെയധികം ആളുകൾ ആ രഹസ്യം നോക്കി കണ്ടിട്ടില്ല. അതിൻ്റെ രഹസ്യം അറിയാതെ ഉന്നതതലമായ ജീവിതത്തിലിരുന്നു കൊണ്ട് ധാർമ്മികമായ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അതേ അതേ എന്ന് പറയുന്നു. അടുത്ത് ചെന്ന് അപഗ്രഹിക്കുകയാണ് വേണ്ടത്. ശ്രീകൃഷ്ണ ചരിതമെടുത്ത് പഠിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ശ്രീകൃഷ്ണൻ അനേകവിധ ഉൽപ്പതനത്തിൽ നിന്നും ജനതയെ രക്ഷിച്ചാണ് വളർന്നു വന്നിട്ടുള്ളത്. വ്രജത്തെ രക്ഷിക്കുന്നതിന് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പ്രതിബദ്ധത ഗോവർദ്ധന ഉദ്ധാരണം, ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ച് വ്രജത്തെ രക്ഷിച്ചു. കൊള്ളാം. അവിടെ ആവക കർമ്മങ്ങളുടെ ഫലത്തെ സംബന്ധിച്ചുള്ള ശരിയുത്തരം പ്രകടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം. നൂറുകണക്കിന് കിരാതശക്തികളോട് സമൂഹത്തിനു വേണ്ടി, പ്രഗതിക്കു വേണ്ടി, വ്രജത്തിനു വേണ്ടി അദ്ദേഹം ഏറ്റുമുട്ടി. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമുണ്ടായിരുന്നുവെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് പറയാം. എന്നാൽ മധുരയിൽ ചെന്ന് കംസവധം നിർവഹിച്ചു. കംസൻ വിളിച്ചു വരുത്തിയിട്ട് കംസവധം നിർവഹിച്ച് കഴിഞ്ഞ് കുട്ടിയായ ശ്രീകൃഷ്ണൻ പ്രബലനായ കംസനെ മധുരയിൽ ചെന്ന് വധിച്ചു കഴിഞ്ഞ് അയാളുടെ തട്ടകത്തിൽ വെച്ച് സർവസൈന്യ സന്നാഹങ്ങളോടുകൂടിയ കംസനെ വധിച്ചിട്ട് അവിടുത്തെ സിംഹാസനം കാലിയായി കണ്ടിട്ട് അതിലേറിയിരുന്നില്ല. മധുരയുടെ രാജാവായിരുന്ന
കംസന്റെ പിതാവ് ഉഗ്രസേനൻ ജയിലിലായിരുന്നു. അപ്പോൾ ഭഗവാൻ മധുരയുടെ രാജാവാകാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആകുമായിരുന്നുവോ എന്ന് ആലോചിക്കേണ്ടതാണ്. അതിപ്രബലനായ കംസനെ വധിക്കുവാൻ കഴിഞ്ഞ കൃഷ്ണന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നുവോ മധുരയുടെ ചക്രവർത്തിയാകാൻ? ഏതൊരു കംസനാണോ പിതാവിനെയുൾപ്പെടെ രാജ്യത്തെ ആകെ വിറപ്പിച്ചത്, ആ കംസനെ വധിക്കുന്നവൻ കംസനേക്കാൾ ബലവാനാണ് എന്ന് തീർച്ചയാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ആ കർമ്മത്തിൻ്റെ ഫലം സ്വന്തം കയ്യിലാക്കിയോ? ഫലം മേ സ്യാത് എന്ന് പറഞ്ഞുവോ? ഫലത്തെ ഏറ്റുവാങ്ങിയോ? ഫലത്തിൽ അഭിമാനിച്ചുവോ? അനായാസം ഫലത്തെ അന്യന് നൽകുവാൻ തയ്യാറായോ? ഭഗവത്ഗീത എന്ന ദാർശനിക ഗ്രന്ഥത്തിൻ്റെ ദാർശനിക ദൃഷ്ടികോണത്തെ ആധുനിക ദർശനങ്ങളുടെ അപ്പസ്തോലന്മാരുടെ ജീവിതവുമായി ചേർത്ത് വച്ച് അപഗ്രഥിക്കാൻ ഒരുങ്ങുമ്പോൾ ദർശനഗ്രന്ഥങ്ങൾ ഒരു ദിവസം തുറന്നു വായിക്കാതെ കയ്യിൽ കൊണ്ടു നടന്നവനും ദർശനഗ്രന്ഥങ്ങളുടെ തണലിൽ വാൾപോസ്റ്റ് ഒട്ടിക്കാൻ നടന്നവനും ദർശന സംരക്ഷകന്മാരായി ചമഞ്ഞ് അതിൻ്റെ ദാർശനികതയെ വിശദീകരിച്ചവർക്ക് കഞ്ഞിവെച്ചു കൊടുത്തവരും മുണ്ടിൻ്റെ വക്കടിച്ചു കൊടുത്തവനും കൗബീനം തയ്ച്ചു കൊടുത്തവനുമെല്ലാം ഫലം മേ സ്യാത് എന്ന് തെരുവോരങ്ങളിൽ വഴക്കടിക്കുന്നതാണ് നാം ഇന്ന് എവിടെയും കാണുന്നത്. മറിച്ച് പ്രാചീനമായ ഈ ദർശനത്തിൻ്റെ ഉപദേഷ്ടാവും ശ്രോതാവും ഏത് തലങ്ങളിലാണ് ആ ദർശനത്തെ പ്രായോഗിക സമീക്ഷയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കുവാനും ആ ദൃഷ്ടികോണത്തിൽ അതിനെ വ്യാഖ്യാനിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനും തുടങ്ങുമ്പോഴാണ് ദർശനം ജീവിതഗന്ധിയായിത്തീരുന്നത്. അല്ലാത്ത ദർശനങ്ങൾ അവകാശ തർക്കങ്ങളുടെ രംഗവേദിയിൽ കിടന്ന് പുളയ്ക്കുമെന്നല്ലാതെ മാനവ പ്രയോജനത്തിന് ഉതകാറില്ല. ഗീതാദർശനത്തെ പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. മധുരാധിപനായ കംസനെ വധിച്ചിട്ട് അധികാരത്തെ തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കും വിധം ഫലം മേ സ്യാത് എന്ന് നിർവചിക്കാതെ ഫലം സ്യാത് എന്നറിഞ്ഞ് അതിനെ പിതാവായ ഉഗ്രസേനൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന രാജശ്രീയെ ജയിൽ മുക്തനാക്കി ഉഗ്രസേനൻ്റെ കൈകളിലാക്കി കൊടുക്കുന്ന, ഉഗ്രസേനനെ രാജസിംഹാസനത്തിൽ ഇരുത്തി സ്വയം സേവകനായി തീരുന്ന കൃഷ്ണനെ കാണാം. ഒരു പക്ഷേ ചെറിയൊരളവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ
ഗാന്ധിയും ചെറിയൊരു തലത്തിൽ ഇത് ചെയ്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു പറയാം. ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യം നേടി പ്രധാനമന്ത്രിയാകുന്നതിന് വഴക്കടിക്കുവാനും ബഹളമുണ്ടാക്കുവാനും ഗാന്ധി പോയില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അതാകാമായിരുന്നു. എന്നാൽ അദ്ദേഹം നെഹ്റുവിനെ ആ സ്ഥാനത്തിരുത്തി. പ്രജാതന്ത്രത്തിൽ പരിവർത്തനത്തിൻ്റെ ഫലമായി ഇത്രയും അന്തരമുണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ ആകട്ടെ മാറ്റത്തിൻ്റെ ആളാക്കുക അസംഭവമായിരുന്നു. ശരി, ഇതിനാവശ്യം പറവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ മുൻ രാജാവ് ഉഗ്രസേനൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ന്യായാനുസാരം അദ്ദേഹത്തിന് തന്നെ സിംഹാസനം നൽകി. പൂർവ്വ രാജാക്കന്മാർക്കല്ല, പരിവർത്തനത്തിൻ്റെ തലങ്ങളിലാണ് പ്രജാതന്ത്രം രംഗപ്രവേശം ചെയ്തത്. ഇതിൻ്റെ ഫലം അപരിചിതരായ പ്രജാതന്ത്രത്തിലെ രാജാക്കന്മാർ, നെഹ്റു ഉൾപ്പെടെയുള്ളവർ ബഹുമാനപൂർവം താൻ പഠിച്ച ആംഗലേയ ഭാഷയുടെയും ബ്രിട്ടീഷുകാരോടുള്ള മമതയുടെയും ഫലമായി അക്രമികളായ ബ്രിട്ടീഷുകാരെ പിന്തുടരുവാനാണ് ശ്രമിച്ചത്. ധർമ്മിഷ്ഠരായ ഇന്ത്യൻ രാജാക്കന്മാരെയോ ധർമ്മമുള്ള ഇന്ത്യൻ സംഹിതകളെയോ പിന്തുടരുവാനല്ല തീരുമാനിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും ആംഗലേയ മാതൃകയിൽ വഞ്ചനാപൂർവം വളർത്തിയെടുക്കുന്നതിനാണ് ശ്രമിച്ചത് എന്നുള്ളത് പരിവർത്തനോന്മുഖമായിരുന്നു. പൂർവ്വ രാജാക്കന്മാരെ മുഴുവൻ പ്രലോഭനങ്ങൾ കൊണ്ടും ഭീഷണി കൊണ്ടും ഒക്കെ സംയോജിപ്പിച്ചൊരു ഇന്ത്യയെ രൂപപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ അധികാരം വിട്ടൊഴിഞ്ഞു പോയ ബ്രിട്ടന്റെ സംസ്കാരശൂന്യമായ നിലപാടുകളെല്ലാം നാം ശാസ്ത്രീയമായി അംഗീകരിക്കുകയും അതിനനുസരിച്ച് ഇവിടുത്തെ പ്രജാഹിതത്തെ മാറ്റിമറിക്കുകയുമാണ് ചെയ്തത്. ഏതെല്ലാം ഇസങ്ങൾ പിന്നീട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ദേശീയ താല്പര്യങ്ങൾ ആരെല്ലാം പൊക്കിപ്പിടിച്ചാലും ഈ ഭരണഘടനയുടെയും ഈ നിയമനിർമ്മാണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുടരുവാൻ കഴിയുന്നത് അക്രമികളും വഞ്ചകരുമായ ലോകം വെട്ടിപ്പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച, ലോകത്തെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാൻ ഓടിയ ബ്രിട്ടന്റെ പിന്തുടർച്ചയെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാനോ ഈ രാജ്യത്തിൻ്റെ നിസ്തുലമായ ഭാഗധേയങ്ങളെ പരിവർത്തനമില്ലാതെ കൊണ്ടുപോകുവാനോ ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാൾക്ക് പോലും കഴിയില്ല എന്നതും തീർച്ചയാണ്. അതിനുള്ള വൈതാളിക ഘട്ടത്തിൻ്റെ മത്സരമാണ് നാം എവിടെയും എപ്പോഴും കേൾക്കുന്നത്. മധുരയിൽ സിംഹാസനം ന്യായാനുസാരം ഉഗ്രസേനന് നൽകി. എന്നാൽ പിന്നീട് സുവർണമയമായ ദ്വാരകയെ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചത് കൃഷ്ണൻ തന്നെയാണ്.
അവിടെയാകട്ടെ മറ്റാർക്കും അധികാരത്തിൻ്റെ ഗന്ധം പോലുമില്ല. എന്നാൽ ദ്വാരകയുണ്ടാക്കിയിട്ടും ഭഗവാൻ അവിടുത്തെ രാജാവായോ? അദ്ദേഹത്തിന് അവിടുത്തെ രാജാവാകുന്നതിന് എല്ലാം അവകാശവും ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ രാജാവായിരുന്നു എങ്കിൽ രാജാ രാമചന്ദ്ര കി ജയ് എന്ന പോലെ രാജാ കൃഷ്ണചന്ദ്ര കി ജയ് എന്ന് ലോകം വിളിക്കേണ്ടതായിരുന്നു. എന്നിട്ട് രാമനെ പോലെ ഭഗവാനും ആകുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അലൗകിക ത്യാഗം ശ്രീകൃഷ്ണന് മറ്റൊരു നാമവും നൽകി. ദ്വാരകാധീശ കി ജയ് ലോകം വിളിച്ചു. ദ്വാരക രാജാവല്ല, ആ കൃഷ്ണനാണ് പറഞ്ഞത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. സ്വന്തം ജീവിത ദർശനം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി എന്ന് അർജുനൻ ഉപദേശിച്ചു കൊടുത്ത ആ മഹാശക്തി ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഭാരതീയ പൈതൃകത്തിൻ്റെ എക്കാലത്തെയും പ്രതീകമായ ആ വസുദേവകൃഷ്ണൻ്റെ കാലണകളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.